ലോകമെമ്പാടും ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, പ്രത്യേകിച്ച് രക്ഷാശാസ്ത്രം അഥവാ സൊറ്റീരിയോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ തുടർ പരമ്പര പഠനങ്ങളിലേക്ക് വിശേഷിച്ച് സ്വാഗതം ചെയ്യുന്നു. തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലാണ് സൊറ്റീരിയോളജി എന്ന തിയോളജിയിലുള്ള ഒരു ശ്രേണി എടുത്ത് വിശദീകരിച്ചുള്ള പഠനത്തിന് ഞാൻ വിധേയമായിട്ടുള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ദീർഘവർഷങ്ങൾക്ക് ശേഷം തന്നെ പിന്നെയും രക്ഷാശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചപ്പോൾ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ എന്ന ചിന്തയോടെയാണ് ഞാൻ ഈ പഠനം ആരംഭിച്ചത്. എന്നാൽ പുതിയതായിട്ടെന്നല്ല, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുപാട് രഹസ്യങ്ങളെ രണ്ടാമതുള്ള ഈ പഠനം എനിക്ക് തുറന്നു തന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ആ ചിന്തയുടെ ആകത്തുക ഒരു ദിവസം കൊണ്ട് മനസ്സിലാകുകയില്ല. ജസ്റ്റ് ടി വിയിലൂടെയൊക്കെ കേൾക്കുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റും. നോട്ട് തയ്യാറാക്കുന്നവർക്ക് വളരെ നല്ല ഒരു നോട്ട് ഇതിലൂടെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കഴിയും. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഒരു മുഖവരയാണ് ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ അവസാനത്തെ പ്രയോഗം ഉദിച്ചിരിക്കുന്നുവെന്നാണ്. ഈ പ്രയോഗം സൂര്യനോട് ബന്ധപ്പെട്ടാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്. സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നല്ലോ. പക്ഷെ ഇവിടെ ഈ പ്രയോഗം രക്ഷയോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ എല്ലാവർക്കും വേണ്ടിയാണ് ഉദിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പം സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കീഴിൽ വരാത്ത ആരും തന്നെ ലോകത്തിലില്ല. സൂര്യൻ ഉദിച്ചുയർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗുണവാക്താവായിട്ടുള്ളവരെല്ലാവരുമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഉപയോഗമാണ് ഈ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. ഞാനിതിനെ കോണ്ടെക്സ്റ്റലായിട്ട് വിശദീകരിക്കാത്തതിൻ്റെ ഉദ്ദേശം, ഈ വാക്യത്തിന് ഈ വിഷയത്തിൽ ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ ഈ പാരഗ്രാഫിൽ ഈ വിഷയ സംബന്ധമായിട്ടില്ല. ഇതിനിടയിൽ അപ്പോസ്തലൻ ഉപയോഗിച്ച ഒരു ഉപയോഗ രീതിയാണ്, ഒരു വാക്കാണ്, ഒരു വാക്യമാണ്. അപ്പം അതിന് പുറത്തു പോകാതെ അകത്ത് നിന്ന് തന്നെ ആശയങ്ങളുണ്ട്. അപ്പം എന്തോ ഒന്ന് ഉദിച്ചുയർന്നിരിക്കുന്നു. ആ ഉദിച്ചുയർന്നിരിക്കുന്നതിൻ്റെ ഗുണവക്താവ്, അല്ലെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ബെനഫിഷ്യറി, അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ആരാണെന്നും പറയുന്നു. ഉദിച്ചുയർന്നിരിക്കുന്നത് രക്ഷയാണ്. ആ ഉദിച്ചുയർന്നിരിക്കുന്ന രക്ഷയുടെ ഗുണവക്താവ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്കാണെന്നും ഈ വാക്യത്തിൽ പറയുന്നു. സകല മനുഷ്യർക്കും. ഒന്ന് കരമുയർത്തി ആ വാക്കൊന്ന് പറയാമോ? സകല മനുഷ്യർക്കും. ഹല്ലേലൂയ. അപ്പം മുഴുവൻ മാനവജാതിക്കും, മുഴുവൻ മനുഷ്യനും പ്രയോജനം കിട്ടുന്ന എന്തോ ഒന്നെന്ന് ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ആവശ്യം, എന്തോ ഒന്ന് ഉദിച്ചുയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഉദിച്ചുയർന്നിരിക്കുന്നത് എന്തോ ഒന്നല്ല, ആ ഉദിച്ചുയർന്നിരിക്കുന്നത് രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ ഇനി വിശദീകരിക്കുന്നത് ആ രണ്ട് പദങ്ങളെ ആയിരിക്കും. രക്ഷാകരമായ ദൈവകൃപ. ഒന്നുകൂടെ എന്നോട് ചേർന്ന വാക്യം ഒന്ന് പറയാമോ? രക്ഷാകരമായ. ഹല്ലേലൂയ. അത് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ദൈവകൃപ. ഹല്ലേലൂയ. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവകൃപ ഉദിച്ചുയർന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇത് വലിയൊരു ആശയത്തിലേക്കുള്ള ചെറിയൊരു തുടക്കമായി കാണുക. ഹല്ലേലൂയ. മുഴുവൻ മനുഷ്യരെയും രക്ഷിപ്പാൻ ത്രാണിയുള്ള, എബിലിറ്റിയുള്ള, ശക്തിയുള്ള, പവർഫുള്ളായ ഒരു രക്ഷ ഉദിച്ചുയർന്നിരിക്കുന്നു. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. സകല മനുഷ്യരെയും രക്ഷിപ്പാൻ പ്രാപ്തമായ ഒരു ദൈവകൃപ ഉദിച്ചുയർന്നിരിക്കുന്നു. രക്ഷാകരമായ ദൈവകൃപ. ഹല്ലേലൂയ. ഞാൻ ഇനി അതിന് ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ, ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് that brings salvation has appeared to all men. ഹല്ലേലൂയ. മുഴുവൻ മനുഷ്യർക്കും രക്ഷ കൊണ്ടുവരാൻ. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച്. ബ്രിങ്സ്. ഇത് നമ്മൾ സാധാരണ bring me that table, bring me that water. ഇത് നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗമാണ്. രക്ഷയെ കൊണ്ടുവരാൻ ശക്തിയുള്ള എന്ന് പറഞ്ഞാൽ ആ രക്ഷയുടെ പ്രത്യേകതയാണ് എല്ലായിടത്തും കയറിച്ചെല്ലാനും എല്ലാവരുടെ അടുത്തും എത്തിക്കുവാനും ശക്തിയുള്ള ഒരു ദൈവകൃപ
ഉദിച്ചുവല്ലോ. ഒന്ന് പറഞ്ഞു, ഒരു ദൈവകൃപ ഉദിച്ചുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഉദിച്ചുയർന്നിരിക്കുന്ന ദൈവകൃപ എല്ലാവരെയും രക്ഷിപ്പാൻ പ്രാപ്തമായ ദൈവകൃപയാണ് ഉദിച്ചുയർന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സാൽവേഷൻ അഥവാ രക്ഷാകരമായ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്ന വിഷയം മാത്രമാണ്. അടുത്തിരിക്കുന്ന അവിടെ നിന്ന് പറഞ്ഞ രക്ഷയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് ഈ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾക്കറിയാം, സൊറ്റീരിയോൺ എന്നൊക്കെയുള്ള പദമാണ്. സൊറ്റീരിയ എന്ന പദമാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൊറ്റീരിയ എന്ന പദത്തിൻ്റെ ആ രക്ഷ എന്ന ഗ്രീക്ക് ഉപയോഗത്തിൻ്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത, ഒരുപാട് അർത്ഥങ്ങൾ രക്ഷ എന്ന പദത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആത്മരക്ഷ, ആത്മാവിൻ്റെ രക്ഷ, ദേഹത്തിൻ്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, ഇത് മൂന്നും പറയാൻ 3 പദങ്ങൾ ഗ്രീക്കിലില്ല. മനസ്സിലാകുന്നു? ഞാൻ ഇതിൻ്റെ പരിമിതി ആദ്യം പറഞ്ഞിട്ട് ഇത് വിശദീകരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റുന്നു. അയാൾക്ക് നീന്തറിയത്തില്ല, അയാൾ വലിയ കുഴി വേണ്ടി ഞാൻ അയാളെ അവിടുന്ന് വലിച്ചു കയറ്റുന്നു. ഈ വലിച്ചു കയറ്റുന്നതിനെയും രക്ഷ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവിനെ ദൈവം രക്ഷിക്കുന്നതിനെയും രക്ഷ എന്ന് വിളിക്കുന്നു. മനസ്സിലാണ് ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. ഒരാൾ സാമ്പത്തിക വലിയ ബാധ്യതയിലാണ്. ആ ബാധ്യതയിലായിരിക്കുന്നയാളെ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുന്നു. അല്ലെ, നമ്മുടെ ജോയിച്ചേട്ടൻ കുറച്ച് പൈസ കൊടുത്ത്, ജോയിച്ചേട്ടൻ ലീല ചേച്ചിയും കൂടെ കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുന്നു. അപ്പം ലീല ചേച്ചി അവിടെ ചെയ്തത് അവരെ രക്ഷിക്കുകയാണ്. ഏതിൽ നിന്ന്? കടഭാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്. ഈ രക്ഷിക്കുന്ന ക്രിയയ്ക്കും ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് സൊറ്റീരിയ എന്നാണ്, രക്ഷ എന്നാണ്. അപ്പം എന്താണ് വാസ്തവത്തിൽ രക്ഷ അഥവാ സൊറ്റീരിയ എന്ന പദത്തിൻ്റെ യഥാർത്ഥ വചനത്തിൻ്റെ ആശയം? അപ്പം സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്തെ മാത്രം ബേസ് ചെയ്താണ്. വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്, വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. അതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? രക്ഷയുണ്ട്. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. അതാണ് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കാൻ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മെ രക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ ഈ രക്ഷയെപ്പറ്റി നാം എന്തെന്ന് പറയും? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നാം വിശ്വസിക്കാൻ ഉരുവാകും മുമ്പേ, നമ്മൾ ഉരുവായി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ ജനിക്കും മുമ്പേ എന്നെ രക്ഷിച്ചുവെങ്കിൽ ഈ രക്ഷയെ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഹല്ലേലൂയ. എന്നെ രക്ഷിച്ചത് എപ്പോഴാണ്? പറഞ്ഞു. ഒരാംഗിളിൽ പറയുമ്പോൾ എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ രക്ഷ ദൈവം എന്ത് ചെയ്തിരുന്നു? മുന്നൊരുക്കിയിരുന്നു. ആ രക്ഷ വെളിപ്പെട്ട് വന്ന എവിടെയാണ്? കാൽവരി കുരിശിലാണ്. കാൽവരി കുരിശിൽ രക്ഷ വെളിപ്പെട്ട് വന്നിട്ട് എത്ര വർഷമായി? എത്ര? അമ്മ ഉറക്കെ പറയുന്നു. 2018 വർഷം മുമ്പ് എന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം ഞാൻ വിശ്വസിക്കാനുണ്ടായിരുന്നോ? ഹലോ, ഒന്ന് മിണ്ടിക്കേ. ഞാൻ ഇവിടുത്തെ ലോജിക്കല്ല പറയുന്നത്, ഞാൻ ഇവിടുത്തെ വചനമാണ് ചോദിക്കുന്നത്. 2018 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തിയാലാ എന്നെ രക്ഷിച്ചതെങ്കിൽ അന്ന് വിശ്വസിക്കാൻ ഞാനില്ലായിരുന്നല്ലോ. ഞാനെന്നല്ല, എൻ്റെ വെല്ലൽപ്പൂപ്പനില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഞാനില്ലായിരുന്നു. അപ്പം ഇന്ന് എനിക്കെന്താണ് സംഭവിച്ചത്? അന്ന് എന്നെ രക്ഷിച്ചു, അന്ന് എന്നെ ജീവിപ്പിച്ചു, അന്ന് എന്നെ നീതീകരിച്ചു, അന്ന് എന്നെ ഉയർപ്പിച്ചു. എല്ലാം തന്നതും എല്ലാം ചെയ്തതും അന്നാണ്. ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒരൊറ്റ പദം പോലും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശിലെ മരണത്തിന് ശേഷം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിച്ചിട്ടില്ല, ഭാവികാല പദത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ, രക്ഷിക്കാം എന്നല്ല, സകലകാലത്തിന് മുമ്പേ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഓക്കെ. നീതീകരിക്കാം എന്നല്ല, പിന്നെയോ? പറഞ്ഞേ, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു.
ഹല്ലേലൂയ. എല്ലാ ബൈബിളിലെ പുതിയ നിയമത്തിലെ സത്യങ്ങൾ യേശുവിൻ്റെ കുരിശിന് ശേഷം അനുഗ്രഹിക്കാം എന്നതിന് പകരം എഫെസ്യർ 2 ആദ്യ വാക്യത്തിൽ നമ്മൾ കണ്ടു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞ്, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ക്രമത്തില്? ഒന്നും ഉപയോഗിച്ചിരിക്കുന്നത് ഭാവി കാലത്തിലല്ല, പക്ഷെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഏതിലാണ്? പറ. വർത്തമാനകാലത്തിൽ പോലും അല്ല, പിന്നെയോ ഭൂതകാലത്തിൽ പ്രയോഗിച്ചിട്ട് പറയുക, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്താണ് വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? രക്ഷിച്ചത് സകലകാലത്തിന് മുന്നമേ ആണെങ്കിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കാരാഗ്രഹ പ്രമാണിയോട് കർത്താവ് പറഞ്ഞതാണ്, അവിടെ പൗലോസും ശീലാസും ഒക്കെ ആ കാരാഗ്രഹത്തിലായിരുന്ന ആ കാരാഗ്രഹ പ്രമാണിയോടും ഇതേ വാക്യത്തിൽ തന്നെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം സകല കാലത്തിന് മുമ്പേ രക്ഷ പ്രാപിച്ചു എങ്കിൽ ഈ കാരാഗ്രഹ പ്രമാണിയോട് വിശ്വസിച്ച് പ്രാപിക്കാൻ പറഞ്ഞ രക്ഷ ഏത്? ഹലോ, ഒന്ന് മിണ്ടിക്കേ. സകല കാലത്തിന് മുമ്പേ രക്ഷിച്ചുവെങ്കിൽ, സകല കാലത്തിന് മുമ്പേ രക്ഷിച്ചു എന്നുള്ളത് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ വാക്യം തരാൻ പെട്ടെന്ന് വായിച്ചു. നമുക്കിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടായോ? എൻ്റെ കൂടെ ഒന്ന് മിണ്ടിക്കേ. അമ്മേ, 9-ാമത്തെ വാക്യം, അവൻ യേശു നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. പിന്നെ എപ്പോഴാണ് അത്? അടുത്ത് വിശദീകരിക്കുക. സകല കാലത്തിനും മുൻപേ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയതും. എന്നതാ യേശു ക്രിസ്തുവിൽ സകല കാലത്തിന് മുമ്പേ നമുക്ക് നൽകിയത്? 2 കാര്യം മേളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ? നമ്മെ രക്ഷിച്ചതും നമ്മെ വിളിച്ചതും. ചേർന്ന് പറഞ്ഞേ, നമ്മെ രക്ഷിച്ചതും നമ്മെ വിളിച്ചതും. അപ്പോൾ 2 കാര്യം ഉറപ്പിച്ച് മുമ്പേ പറയുന്നു. നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മെ രക്ഷിച്ചിരിക്കുന്നു, നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വിളിച്ചിരിക്കുന്നു. എന്നിട്ട് അത് ഏത് കാലത്താന്ന് പറയുക? അതിന് സംഭവിക്കാനിരിക്കുന്നതാണോ? പറഞ്ഞേ. ഹല്ലേലൂയ. അത് സകല കാലത്തിന് മുന്നമേ നമുക്ക് യേശു ക്രിസ്തുവിൽ നൽകിയതും. അപ്പൊ യേശു ക്രിസ്തുവിൽ സകല കാലത്തിന് മുമ്പേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പറ. സകല കാലത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രക്ഷ നൽകിയിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം എടുത്ത് പറ, രക്ഷ ഇന്നലെ പൊട്ടി വിരിഞ്ഞതല്ല, സകല കാലത്തിന് മുമ്പേ നമുക്ക് നൽകിയതാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒന്ന് പറയാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. സകല കാലത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയതും ഇപ്പോൾ മരണം നീക്കുകയും. അപ്പോൾ ഇത് 2 ഭാഗമായിട്ടാണ്. സകല കാലത്തിന് മുമ്പേ നൽകിയതാണ്, പക്ഷെ നമ്മളത് അറിഞ്ഞിരുന്നില്ല. യേശുവിൻ്റെ മരണം വന്നിട്ടാണ് അതിൻ്റെ മുമ്പിലുള്ള മറ നീക്കിയത്. മറ നീക്കിയപ്പോഴാണ് സകലകാലത്തിന് മുമ്പേ നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്ന സദ്വർത്തമാനം നമ്മൾ അറിഞ്ഞത്. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിൻ്റെ 2-ാമത്തെ ഭാഗം നോക്കൂ. എന്നിട്ട് ഇപ്പോൾ എന്ന് പറയുന്ന ആ 2-ാമത്തെ ഭാഗം, സകല കാലത്തിന് മുമ്പേ നമ്മെ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയതും ഇപ്പോൾ മരണം നീക്കുകയും. എന്നിട്ട് പറയുക 10-ാമത്തെ വാക്യം, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത കാര്യം. അപ്പം സുവിശേഷം എന്നാ ചെയ്തേ? ഇങ്ങോട്ട് നോക്കിയാൽ സുവിശേഷം എന്നാ ചെയ്തേ? സുവിശേഷം രക്ഷിക്കും എന്ന വാർത്തയല്ല, സുവിശേഷം രക്ഷിച്ചിരിക്കുന്നു എന്ന സുവാർത്തയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. സുവിശേഷം ഇത് കേട്ടാൽ രക്ഷപ്പെടും എന്ന വാർത്തയല്ല, സുവിശേഷം കേൾക്കേണ്ടിയത് സകല കാലത്തിന് മുമ്പേ എന്നെ രക്ഷിച്ചു എന്ന സദ്വർത്തമാനമാണ് സുവിശേഷം. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. സകല കാലത്തിന് മുമ്പേ എന്നെ രക്ഷിച്ചു എന്ന സദ്വർത്തമാനമാണ് സുവിശേഷം. ഹല്ലേലൂയ. അപ്പൊ കാരാഗ്രഹ പ്രമാണിയോട് വിശ്വസിക്കാൻ പറഞ്ഞു തന്നെ, വിശ്വസിച്ചാൽ നീ പ്രാപിക്കുമെന്ന് പറഞ്ഞു തന്നെ. ഇവിടെയാണ് ഇത് 2ഉം നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ടത്. വിശ്വാസം എന്നതാണെന്നും കൂടെ രക്ഷ എന്നതാണെന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ പഠിച്ചാലേ ഇത് മനസ്സിലാകുകയുള്ളൂ. എൻ്റെ പൊന്നെ, ഇല്ലാത്ത ഒരു കാര്യം വിശ്വസിക്കാൻ പറയുന്ന അത്രയും ഭോഷത്തരം വേറെ ഉണ്ടോ? ഇല്ലാത്ത ഒരു കാര്യം വിശ്വസിക്കാൻ പറയുന്നത്രയും മണ്ടത്തരം വേറെ ഉണ്ടോ? ഉള്ള ഒരു കാര്യമല്ലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന് മിണ്ടിക്ക എന്നോട് ചേർന്ന്. ഉള്ള ഒരു കാര്യമല്ലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ.
ഇവിടെ ഇത് എഴുതിയിട്ട് ഇതിവിടെ എഴുതാതെ ഇതിവിടെ ഉണ്ട് എന്ന് വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാകുമോ? ഇതിവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ടല്ലേ ഇനി ഇത് ഒരാൾ വിശ്വസിക്കേണ്ടിയത്. ഇതിവിടെ എഴുതിയിട്ടുണ്ടെന്നും ഇനി അത് ഒരാൾ വന്ന് കാണേണ്ടിയതും ഇനി ഒരാൾ വന്ന് വായിക്കേണ്ടിയതും ഇതിവിടെ ഉള്ളത് കൊണ്ടല്ലേ. അതല്ലാതെ ഈ ആൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതിവിടെ ഉണ്ടാകുന്നുകൊണ്ടാണോ? ഹല്ലേലൂയ. ഇത് മുന്നമേ ഇവിടെ ഉണ്ട്. നിങ്ങൾ വരേണ്ടിയത് ഇതിവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചാണ്. അല്ലാതെ നിങ്ങൾ ഇവിടെ വരുമ്പം ഇത് ഉണ്ടാകും എന്ന് വിശ്വസിച്ചല്ല. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുമെന്നല്ല. സുവിശേഷം ഇത് ഉണ്ട് എന്ന് നിങ്ങൾ കേൾക്കണം. അതാണ് സുവിശേഷം. കിട്ടിയവർ കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഇവിടെയാണ് രണ്ട് സമൂഹത്തിന്റെ നിലനിൽപ്പുള്ളത്. ഒന്ന് പ്രൊട്ടസ്റ്റന്റ് സമൂഹം, രണ്ട് ക്രൈസ്തവ പുരാതന വിശ്വാസം. ക്രൈസ്തവ പുരാതന വിശ്വാസം പറയുന്നു രക്ഷ ഒരു വീട്ടിൽ വരുന്നത്, ആ വീട്ടിൽ രക്ഷ ഉത്ഭവിക്കുന്നത് സകലകാലത്തിനു മുമ്പേ യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തിയാലാണ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അങ്ങനെ ഒന്നും രക്ഷ ഒരാൾക്കും കിട്ടത്തില്ല. ഇത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും ഒരു കൺവെൻഷന് പോകണം, ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കണം. പ്രസംഗം കേട്ടിട്ട് ആ തെങ്ങിൻ്റെ തൂണിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തണം. കൈ ഉയർത്തിയിട്ട് യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ യേശു ഇറങ്ങി വന്ന് രക്ഷിക്കുന്നു. അന്നേരം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. വേറെ അങ്ങോട്ട് രക്ഷയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ശരിയായി പറഞ്ഞത്, കൺവെൻഷൻ പോകുന്നത് നല്ലതാ, തൂണിൻ്റെ ചോട്ട് ഇന്ന് കൈ ഉയർത്തുന്നത് നല്ലതാ. പക്ഷേ ആ തൂണിൻ്റെ ചോട്ട് നിങ്ങൾ കൈ ഉയരുമ്പോൾ രക്ഷ താഴോട്ട് പൊട്ടി വീണെന്ന് ചിന്തിക്കുന്നതിലും വലിയ ഭോഷത്വം വേറെയില്ല. എന്നാൽ കൈ ഉയർത്തി അവിടെ നിന്ന് തിരിച്ചറിയാം നിങ്ങൾക്ക് എൻ്റെ രക്ഷ, ഉദിച്ചുയർന്ന രക്ഷ, എൻ്റെ രക്ഷ, എന്നെ രക്ഷിച്ച രക്ഷ അത് പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ സദ്വർത്തമാനം ഞാൻ അറിഞ്ഞത് ആ കൺവെൻഷനിൽ പോയപ്പോഴാണ്, അല്ലെങ്കിൽ ആ വചനം കേട്ടപ്പോഴാണ്. അതല്ലാതെ ഒരു കൺവെൻഷൻ പന്തലിലും രക്ഷ പൊട്ടി വീഴുന്നില്ല. അങ്ങനെ ആർക്കും ഒരു കൺവെൻഷൻ സെന്ററിലും രക്ഷ പൊട്ടി വീഴ്ത്താൻ പറ്റുകയില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കുറെ കൺവെൻഷൻ നടത്തി രക്ഷ പൊട്ടിച്ച് വീഴ്ത്തിയാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ രക്ഷയ്ക്കകത്ത് മാനുഷിക കൈകടത്തലില്ല. ദൈവത്തിൻ്റെ രക്ഷയ്ക്കകത്ത് ദൈവം രക്ഷ ഒരുക്കിയതോ ദൈവം രക്ഷിച്ചതോ ആരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ വിശ്വസിക്കുന്നവന് രക്ഷയുടെ മുഴുവൻ പ്രാഗൽഭ്യവും അനുഭവിപ്പാനും രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കാനും കഴിയും. ഇതാണ് കാരാഗ്രഹ പ്രമാണിക്ക് സംഭവിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചത്. ഇതാണ് കൊർന്നല്യോസിന്റെ വീട്ടിൽ സംഭവിക്കണമെന്ന് അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചതും യേശു ആഗ്രഹിച്ചതും. ഏതാണ് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചത്? ഇവനെ രക്ഷിച്ച കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ല. ഇവനെ രക്ഷിച്ച കാര്യം ഇവൻ ഇന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അവൻ ഈ രക്ഷയുടെ അടുക്കലേക്ക് വരും. അടുക്കലേക്ക് വന്നാൽ ഇതിനകത്തുള്ളത് പ്രാപിക്കാൻ അവന് കഴിയും. അങ്ങനെ കാലാകാലങ്ങളിൽ അടുത്തു വന്ന് പ്രാപിപ്പാൻ കൃപ ലഭിച്ചവരാ എന്നെ ഇന്ന് കേൾക്കുന്നവർ. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും എല്ലാം സംഭവിച്ചത് ഇതാണ്. സകലകാലത്തിനു മുമ്പേ നമ്മെ രക്ഷിച്ച വാർത്ത നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതലേ ഈ നാട്ടിൽ കത്തിപ്പടർന്നു. ആ കേട്ട രക്ഷയോട്, ആ കേട്ട രക്ഷണ്യ പ്രവൃത്തിയോട് പ്രതികരിക്കാൻ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ. എത്ര പേർക്ക് മനസ്സിലാന്ന് ഞാൻ പറയുന്നത്? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ, എന്നെ സകല കാലത്തിന് മുമ്പ് യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തിയാൽ രക്ഷിച്ചതാന്ന് വിശ്വസിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ടാണ് ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യമുണ്ടായത്. ഹല്ലേലൂയ. ഞാൻ ആ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു, ഞാനതിൽ പുകഴുന്നു. പക്ഷെ ഇന്ന് ഒരു കാര്യം ഇത് അറിയുമ്പോൾ തന്നെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കണമേ സഹോദരങ്ങളെ. ഈ രക്ഷ, സൗജന്യമായ രക്ഷ, കുരിശിൽ ഒരുക്കിയ രക്ഷ, ഉദിച്ചുയർന്ന രക്ഷ, ഇതാരുടെയും കുത്തകയോ ആരുടെയും വാക്കിനകത്ത് വെളിപ്പെടുന്നതോ അല്ല. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. ഇതൊരാളുടെയും വാക്കിന് പുറത്ത് വെളിപ്പെടുന്നതല്ല. എന്നാൽ ഒരു വ്യക്തിക്ക് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഇത് അവൻ്റേതായി ഏറ്റെടുക്കാനും ഇത് അവൻ്റേതായി അനുഭവിക്കാനും പറ്റും.
ഹല്ലേലൂയ. ഇല്ലാത്ത ഒന്നിനെ വിശ്വസിക്കുന്ന പോലെ ഭോഷത്വം വേറെയില്ല. എന്നാൽ ഉള്ള ഒന്നിനെ വിശ്വസിക്കുകയും അടുത്ത് ചെല്ലുകയും എടുത്തുപയോഗിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. വിശ്വസിക്കുക എന്ന പദത്തിൻ്റെ ആശയം, വിശ്വസിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഉണ്ട് എന്ന് ഉറപ്പിക്കുക, ഉണ്ട് എന്ന് ഉറപ്പോടെ അതിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, ഉണ്ട് എന്ന ഉറപ്പോടെ അടുക്കലേക്ക് ചെന്ന് അതിനെ എടുത്ത് എന്റേതായി ഉപയോഗിക്കുക. ഇതാണ് വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം. ഉണ്ട് എന്ന് ഉറപ്പിക്കുക, ഉണ്ട് എന്ന് ഉറപ്പിച്ച് അതിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, ഉണ്ട് എന്ന് ഉറപ്പിച്ച് അടുക്കൽ ചെന്നതിനെ എടുത്ത് തൻ്റേതായി ഉപയോഗിക്കുക. ഇതാ വിശ്വാസത്തിൻ്റെ അർത്ഥം. അതല്ലാതെ വിശ്വസിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് പൊട്ടി വീഴുന്നു, അത് വരെ ഇല്ലായിരുന്നു, അപ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തീ നിറഞ്ഞ ഒരു വീട്, തീ മുഴുവൻ തീ കത്തുകയാണ്. ഒരാൾ രക്ഷകനായിട്ട് വരികയാണ്. രക്ഷകൻ വന്നിട്ട് ചോദിക്കുമോ, അതെ ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കണം. പറയൂ നിങ്ങൾ എന്നോട്. തീ മുഴുവൻ റെസ്ക്യൂ നടത്താൻ വരുന്ന റെസ്ക്യൂവർ, രക്ഷകൻ, സേവിയർ വരികയാണ്. വീട് മുഴുവൻ കത്തുകയാണ്. സേവിയർ ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ് അവിടെ നിന്നുകൊണ്ട്. കാര്യമൊക്കെ കാര്യം, പക്ഷേ വിശ്വസിക്കാത്ത ഒരാളെയും എനിക്ക് രക്ഷിക്കാൻ പറ്റുകയില്ല. എന്നാത്? നീന്തറിയത്തില്ലാത്ത ആഴിയുടെ ആഴത്തിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യൻ ഇടയ്ക്കൊന്ന് കുത്തിപ്പൊങ്ങി കൈ ഉയർത്തിയപ്പം കണ്ടു നിന്ന രക്ഷകൻ എടുത്തു ചാടി. പക്ഷേ രക്ഷകൻ താഴെ ചെന്നിട്ട് ചോദിക്കുകയാണ് ആംഗ്യ ഭാഷയിൽ, വെള്ളത്തിനടിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാ രക്ഷിക്കാം. എന്തൊരു ഗതികേടായത്. ഹലോ, ഞാൻ ഈ ആശയം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടി പതിയുകയാണ്. അതേസമയം വലിച്ച് കരകയറ്റി പുറത്തു കൊണ്ടുവന്നാൽ, ഹല്ലേലൂയ, ആ പുറത്തു കൊണ്ടുവന്നത് ഇവനാണെന്ന് അറിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഞാൻ അവനെ അനുഗമിക്കാനും വിശ്വസിക്കാനും തുടങ്ങും. ഇതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇത് കൂടുതൽ ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കാൻ കഴിയുകയില്ല. കത്തുന്ന തീയെക്കാട്ടിൽ എത്രയോ വലിയ സ്ഥിതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടന്ന ഞാൻ വിശ്വസിക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ ഹെൽപ്പില്ലാത്ത തരത്തിൽ സാത്താൻ്റെ മന്ത്രമായി, സാത്താൻ്റെ തന്ത്രമായി ജീവിച്ചിരുന്ന കാലത്ത് വിശ്വസിച്ച് രക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആദ്യം എന്നെ ജീവിപ്പിക്കുക. അതിക്രമത്തിലും പാപത്തിലും ചത്തു കിടക്കുന്ന ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ആദ്യം എന്നെ ജീവിപ്പിച്ചാൽ ആ ജീവനെ നിന്നുകൊണ്ട് ഞാൻ കേൾക്കട്ടെ. വിശ്വാസം വരണം, കേൾവി വേണം. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കേൾക്കണമെങ്കിൽ ജീവിക്കണം. ജീവിക്കാതെ എങ്ങനെ കേൾക്കാൻ പറ്റും? ചത്തൻ്റെ അടുക്ക പോയി കുറെ നമ്മൾ വേദാന്തം ഓതിയിട്ട് എന്നേൽ കാര്യമുണ്ടോ? ചത്ത ഒരു ശവത്തെ കുത്തി നാട്ടി നിർത്തി നമ്മൾ പഠിപ്പിക്കുകയാണ്. കൊളോസ്യർ 2:11 ഇത് പറയുന്നു, എബ്രായർ 7:14 ഇത് പറയുന്നു. ആ ശവത്തെ നമ്മളോട് പറയാൻ, എൻ്റെ പൊന്നെ, എനിക്ക് കേൾക്കാനും പറ്റുകയില്ല, വിശ്വസിക്കാനും പറ്റുകയില്ല. ആദ്യമേ ഈ ശവത്തെ ജീവിപ്പീര്, എന്നിട്ട് അതിനോട് പറ. എന്നാൽ അത് കേൾക്കും, കേട്ടാൽ അത് വിശ്വസിക്കും, വിശ്വസിച്ചാൽ അത് ജീവിതത്തിലേക്ക് വരും. ഇതാണ് യേശു ചെയ്തത്. ഹലോ, രക്ഷ എന്ന് പറയുമ്പോൾ ഇതാണ്. എൻ്റെ വാക്കിൻ്റെ നാക്കിൻ്റെ പുറത്ത് പൊട്ടി വീണതല്ല രക്ഷ. എൻ്റെ വാക്കിൻ്റെ നാക്കിൻ്റെ പുറത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ അറിവിൽ പൊട്ടി വീണത് എൻ്റെ തിരിച്ചറിവ് മാത്രമാണ്. എന്നാ തിരിച്ചറിവ്? ഞാൻ രക്ഷപ്പെട്ട ആളാന്നുള്ള തിരിച്ചറിവ്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാന്നുള്ള തിരിച്ചറിവ്, എന്നെ രക്ഷിച്ചതാന്നുള്ള തിരിച്ചറിവ്. അതാ എൻ്റെ വാക്കിൻ്റെ നാക്കിൻ്റെ പുറത്ത് വന്ന് എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു. എന്നെ രക്ഷിച്ചതാ. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. യേശുവേ നന്ദി. ഞാൻ KSRTCയിൽ 32 കൊല്ലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പം 32 വർഷം. ഇപ്പോൾ പെൻഷൻ പറ്റിയിട്ട് 10-13 വർഷമായി. ഈ ഒരു കഴിഞ്ഞ 3 വർഷം മുമ്പ് മുതൽ ഈ KSRTCയിൽ നിന്ന് പെൻഷൻ പറ്റിയ 40,000 തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടാത്തൊരവസ്ഥ വന്നു. ആ പെൻഷൻ പറ്റിയ ആൾക്കാരിൽ ഒരു 10-32 പേര് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു 3 മാസം മുമ്പ് ഈ മീറ്റിങ്ങിൽ ഞാൻ വരികയും സജിത് ബ്രദറിനോട് ഈ കാര്യം ചർച്ച ചെയ്യുകയും അതേക്കുറിച്ചൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഒരു അത്ഭുതമെന്ന് തന്നെ പറയണം. അന്നേരം 5 മാസത്തെ പെൻഷൻ നമുക്ക് പെൻഡിങ് ഉണ്ട്, കിട്ടിയിട്ടില്ല.
പല ആൾക്കാർ ആത്മഹത്യ ചെയ്തു, മറ്റു കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല, കുട്ടികളുടെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു. ഞാൻ വളരെ വേദനയോടുകൂടി സജിത് ബ്രദറെ സമീപിച്ച് ഈ കാര്യം അവതരിപ്പിക്കുകയും അന്ന് ഈ മീറ്റിങ്ങിൽ വന്ന ആൾക്കാരും സജിത് ബ്രദറിൽ കൂടി ഈ ഹാളിൽ വെച്ച് വളരെ വിഷമത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യം അവതരിപ്പിക്കുകയും എന്തിനു പറയണോ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ വിചാരിച്ച് കാണില്ല, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടിൽ നിന്ന് പെൻഷൻ പറ്റി 40,000 തൊഴിലാളികൾ ആരും വിചാരിച്ച് കാണില്ല ഈ പെൻഷൻ കിട്ടുമെന്ന്. പ്രാർത്ഥിച്ച് ഒരു മാസത്തിന് ശേഷം ഈ ഗവൺമെൻറ് അതിനകത്ത് താല്പര്യമെടുത്ത് ദൈവതമ്പുരാൻ നേരിട്ട് ഇതിൻ്റെ അധികാരികളോട് ബന്ധപ്പെട്ട് 5 മാസം പെൻഡിങ് ഉണ്ടായിരുന്ന പെൻഷൻ ഒറ്റത്തവണയായിട്ട് തന്ന് ഈ കുടുംബങ്ങളെല്ലാം സഹായിച്ചു. അതിനുശേഷം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഈ മാസവും കൂടെ പെൻഷൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റികളിലേക്ക് മാറ്റി, ബാങ്കിലായിരുന്നു, സൊസൈറ്റിയിലേക്കാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുത സാക്ഷ്യമാണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും സജിത് ബ്രദറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് അതിനപ്പുറം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കരമടിച്ച് അതിനായിട്ട് ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com